വരികയില്ല, ഭാരതമേ തെല്ലും തൊടുകയില്ല. മുട്ടൊന്നും വരികയില്ല, ഭാരതമേ തെല്ലും തൊടുകയില്ല. ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ. മാറുകില്ല, അവൻ മറക്കുകില്ല, ഒരു നാളും നമ്മെ പിരിയുകില്ല. ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ. മാറുകില്ല, അവൻ മറക്കുകില്ല, ഒരു നാളും നമ്മെ പിരിയുകില്ല. ആമേൻ, 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 ആമേൻ. പ്രാർത്ഥനയിൽ മുൻപിൽ മാറാത്തതാ യാതൊന്നും ഈ ഭൂമിയില്ല. ആരാധന മധ്യ തകരാത്തതാ യാതൊരു മതിലും മുമ്പിലില്ല. പ്രാർത്ഥനയിൽ മുൻപിൽ മാറാത്തതാ യാതൊന്നും ഈ ഭൂമിയില്ല. ആരാധനയിൽ മധ്യ തകരാത്തതാ യാതൊരു മതിലും മുൻപിലില്ല. ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ. മറക്കുകില്ല, ഒരു നാളും നമ്മെ പിരിയുമെന്നോ. എന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ. മാറുകില്ല, അവൻ മറക്കുകില്ല, ഒരു നാളും നമ്മെ പിരിയുകില്ല. ആമേൻ, 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 നമുക്കെതിരായി വരും ആയുധങ്ങൾ ഫലിക്കയില്ല, നമ്മെ തൊടുകയില്ല. വിലാപങ്ങളെ നൃത്തമാക്കിയിടും താൻ, പുതുഗാനത്താൽ നമ്മെ നിറച്ചിടുമേ. നമുക്കെതിരായി വരും ആയുധങ്ങൾ ഫലിക്കയില്ല, നമ്മെ തൊടുകയില്ല. വിലാപങ്ങളെ നൃത്തമാക്കിയിടും താൻ, പുതുഗാനത്താൽ നമ്മെ നിറച്ചിടുമേ. ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ. മാറുകില്ല, അവൻ മറക്കുകില്ല, ഒരു നാളും നമ്മെ പിരിയുകില്ല. ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം
ജിഗ്സോ പസിൽ എന്ന് പറയുന്നൊരു സാധനം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ? കുട്ടികൾക്കറിയാൻ പറ്റും. ജിഗ്സോ പസിൽ ചിലപ്പോൾ ഒരാളുടെ രൂപമായിരിക്കാം, വേറെ എന്തെങ്കിലും ആയിരിക്കാം, പക്ഷേ അത് പല പല ഷേപ്പില്ലാത്ത പീസുകളായിരിക്കും. അത് കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുത്താൽ അവർ ഓരോന്നും വെച്ച് നോക്കി കറക്റ്റായിട്ട് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഷേപ്പ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ക്ലൂ ചിലപ്പോൾ അതിൻ്റെ പുറകിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറൊരു പ്രിൻ്റ് അത് നോക്കി വെച്ചാൽ പെട്ടെന്ന് കിട്ടും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അതിലൊരു പീസ് മാത്രം നിങ്ങളുടെ കയ്യിൽ തന്നാൽ എന്ത് ചെയ്യും? ഇതെന്ത് സാധനം? വല്ല ചവറ്റോട്ടെ കൊണ്ടിടും. ഷേപ്പ്ലെസ് ആയിട്ടുള്ള ഈ ഒരു സാധനം കൊണ്ട് എന്ത് പ്രയോജനം? എന്നാൽ അത് പല പല പീസുകളുമായി ഒരുമിച്ച് വെച്ച് കഴിയുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട്, അതിനൊരു മീനിങ് ഉണ്ട്, അതിനൊരു ഷേപ്പുണ്ട്, അതിനൊരു പൂർണ്ണരൂപമുണ്ട്. അതിൻ്റെ ബിഗ് പിക്ചർ ഓ ഇതായിരുന്നു ആ പീസ് എന്ന് നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. ഒരു കാറുണ്ടാക്കാൻ കുറഞ്ഞത്, ഇപ്പോഴത്തെ അല്ല, ഒരു ആവറേജ് കണക്ക് പറയാം, 40,000 പീസുകൾ ഉപയോഗിച്ചാണ് ഒരു കാർ ഉണ്ടാക്കുന്നത്. നട്ട്, ബോൾട്ട്, വിവിധ രീതിയിലുള്ള യന്ത്രഭാഗങ്ങൾ, പൽചക്രങ്ങൾ എല്ലാം കൂടി വെച്ച് ഏകദേശം 40,000 പീസാണ് ഒരു കാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. അതിലൊരു പീസ് കയ്യിലെടുത്ത് തന്നാൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? ഇത് കാറിൻ്റെ പാർട്ടാണ്, നിങ്ങളിത് കയറി പൊക്കോളാൻ പറഞ്ഞാൽ കാറിൻ്റെ ഒരു ഡോർ ഊരി തന്നാൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? ഒരു ടയർ തന്നാൽ യാത്ര ചെയ്യാൻ പറ്റുമോ? ഹോൺ ഊരി തന്നാൽ യാത്ര ചെയ്യാൻ പറ്റുമോ? എല്ലാം കൂടി ഒരുമിച്ച് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കതിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാവുന്ന പ്രയോജനമുള്ള ഒരു വാഹനമായി മാറും. ഒരു പാർട്ട് മാത്രം കണ്ടാൽ നമുക്ക് കാര്യം പിടികിട്ടുകയില്ല. എത്ര പേർക്ക് മനസ്സിലായി? അതുപോലെ ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ മാത്രം കയ്യിലെടുത്തുകൊണ്ട് എന്താണ് കർത്താവേ ഈ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കരുത്. അതിനപ്പുറത്തെയും ഇപ്പുറത്തെയും പല ദിവസങ്ങളിലെയും പല മാസങ്ങളിലെയും പല വർഷങ്ങളിലെയും പല കാര്യങ്ങൾ ചേർന്ന് വരുമ്പോൾ അതിനകത്തൊരു കഥയുണ്ട്, ഒരു കഥാപാത്രമുണ്ട്. ആ കഥയെ മെനയുന്നൊരു ദൈവമുണ്ട്. കൈ ഉണ്ടെങ്കിൽ നന്നായിട്ട് അടിക്കുക. ഉറക്കെ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് കൈയടിക്കുക. യിരെമ്യാവിൻ്റെ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ, For I know the plans I have for you, declares the Lord, plans to prosper you and not to harm you, plans to give you hope and a future. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കുള്ളതത്രേ. ഇത് ഇതിനു മുമ്പ് വായിച്ചു കേട്ടുള്ള എത്ര പേരുണ്ട്? പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന ആ വാക്ക് ചിലപ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. നിരൂപിക്കുക എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യുക എന്നാണ് അർത്ഥം. ദൈവം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്ലാനുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലാകുമെന്ന് അറിഞ്ഞുകൂടാ. കർത്താവിൻ്റെ ശബ്ദം വ്യക്തമായി കേൾക്കുക. ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരനും സഹോദരിക്കും വേണ്ടി കർത്താവ് ചില പദ്ധതികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു ഭാവി വേണമെന്ന് പ്രത്യാശയുണ്ട്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇംഗ്ലീഷ് ഒന്നുകൂടി കേട്ടോ. For I know the plans I have for you. നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ പ്ലാനുകൾ, എൻ്റെ പദ്ധതികൾ എന്തെന്ന് എനിക്കറിയാം. അതിൻ്റെ അർത്ഥം നമുക്ക് പലപ്പോഴും അറിയില്ല. വലതുകരം ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെക്കുറിച്ചുള്ള പ്ലാനുകൾ വെളിപ്പെടുത്തണം. എല്ലാവരും എന്നെക്കുറിച്ചുള്ള പ്ലാനുകൾ വെളിപ്പെടുത്തണം. ഇപ്പോൾ മാത്രമല്ല, ഇനി തുടർന്നും പ്രാർത്ഥിക്കാനുള്ളത്. പല പ്രാവശ്യം ഒന്ന് പറഞ്ഞേ, ദൈവമേ എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതികൾ, അങ്ങയുടെ നിരൂപണങ്ങൾ, അങ്ങയുടെ പ്ലാനുകൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. എത്ര പേർ തുടർന്നു അത് പ്രാർത്ഥിക്കും? ദിവസവും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം? ദൈവമേ എന്നെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ, എൻ്റെ പപ്പയുടെ പ്ലാനല്ല, എൻ്റെ ഭർത്താവിൻ്റെ പ്ലാനല്ല, എൻ്റെ പ്ലാനല്ല, അങ്ങയുടെ പ്ലാനുകൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ഇതെങ്ങനെ കിട്ടും? ഉത്തരം പറഞ്ഞോട്ടെ. ഉത്തരം പറഞ്ഞോട്ടെ. ഒന്ന്, പരിശുദ്ധാത്മ നിറവിൽ കിട്ടും. നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ ദൈവിക പദ്ധതികൾ നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ട് വരും.
നാം വചനം വായിക്കുമ്പോൾ ദൈവിക പദ്ധതികൾ അതിൽ നിന്ന് ചുരുളഴിഞ്ഞ് പുറത്തേക്ക് വരും. നാം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ തലയ്ക്കകത്ത് തന്നെ, നമ്മുടെ ഹൃദയത്തിൽ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങും. മോനെ, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാണ്, നീ ആ വഴിയിൽ പോകല്ലേ, ഈ വഴിയിൽ നടക്ക്. ഈ പ്ലാനും പദ്ധതിയും മനസ്സിലായാൽ തന്നെ അനാവശ്യമായ ചുറ്റിക്കറങ്ങി ജീവിതം വേസ്റ്റ് ആകുന്നത് ഒഴിവാക്കാമല്ലോ. ഒന്നുകൂടെ കൈകൾ ഉയർത്തി പറയാം. കർത്താവേ, എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതികൾ അങ്ങ് എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ആ പദ്ധതികളെ കുറിച്ച് ഇവിടെ പറയുന്നത് പ്ലാൻസ് ടു പ്രോസ്പർ യു, നിന്നെ ഒരു നല്ല അഭിവൃദ്ധി അല്ലെങ്കിൽ ശുഭഭാവിയിലേക്ക്. അടുത്തിരിക്കുന്ന ആളോട് പറയുക, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ദുരുദ്ദേശമൊന്നുമില്ല. ഹല്ലേലൂയ. ആ ജിക്സോ പസിലിൻ്റെ ഒരു പീസ് മാത്രം എടുത്തോണ്ട് ഇതെന്താണ് കർത്താവേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കരുത്. ആ മോനെ കയ്യിൽ കിട്ടിയപ്പോൾ ടീന സിസ്റ്റർ ചോദിച്ചു, സാമ്പ്രദർ ചോദിച്ചു, നമ്മളെല്ലാവരും ഇതെന്താ കർത്താവേ, നിനക്ക് വേണ്ടി നിന്നിട്ട് ജീവിച്ചിട്ട് ഈ അണ്ണാങ്കുഞ്ഞിനെ പോലെ ഇരിക്കുന്നൊരു കുഞ്ഞിനെയാണോ എന്ന് എനിക്ക് തന്നത്? കർത്താവ് അങ്ങനെയുള്ള സമയത്ത് പറയും, വെയിറ്റ് ആൻഡ് സീ, വെയിറ്റ് ആൻഡ് സീ. എനിക്കൊന്ന് കൈയടിച്ച് ശരിയായില്ല, ശരിക്കും മനസ്സിലായിട്ടില്ല. കർത്താവ് എന്ത് പറയും? വെയിറ്റ് ആൻഡ് സീ. എന്താണ് കർത്താവ് ഈ തീച്ചുള്ള? വെയിറ്റ് ആൻഡ് സീ. കർത്താവ്, ഞാൻ എന്താണ് ഈ പരീക്ഷയിൽ തോറ്റത്? വെയിറ്റ് ആൻഡ് സീ. എന്തുകൊണ്ടാണ് ഭർത്താവ് എന്നോട് ഇങ്ങനെ ഇടപെടുന്നത്? വെയിറ്റ് ആൻഡ് സീ. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ സാമ്പത്തിക പ്രശ്നം? വെയിറ്റ് ആൻഡ് സീ. അടുത്ത ആളോട് പറയുക, കാത്തിരുന്ന് കാണുക. എല്ലാ കൂട്ടുകാരും എന്നെ ഇങ്ങനെ വിട്ടുപോയത് എന്തുകൊണ്ടാണ്? ബാക്കി പറ. വെയിറ്റ് ആൻഡ് സീ. അത് വഴങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കാത്തിരുന്ന് കാണാൻ പറ. ഉറക്കെ പറ. അടുത്ത ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഉറക്കെ പറയണം, കാത്തിരുന്ന് കാണുക. ആർ യു റെഡി? ആർ യു റെഡി? കർത്താവ്, എന്തുകൊണ്ടാണ് എൻ്റെ ജോലി പെട്ടെന്ന് നഷ്ടമായത്? എൻ്റെ കൂട്ടുകാർക്ക് പോലും ഇല്ലാത്ത പ്രശ്നങ്ങളിലൂടെ ഞാൻ പോകുന്നത് എന്തുകൊണ്ടാണ് കർത്താവേ? നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ നിരൂപണങ്ങൾ ഇന്നവെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ കുഞ്ഞ്, നിനക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് പലപ്പോഴും നീ എന്നെ തള്ളിപ്പറയുന്നത്, പലപ്പോഴും നീ എൻ്റെ വിശ്വാസപ്പെട്ടു പോകുന്നത്. അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ നിന്ന് നീ അകന്നു പോകുന്നത്. ചിലർ വർഷങ്ങളായി പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച് കൂട്ടായ്മയിലൊക്കെ കൂടി ഒരു തത്വം കണ്ടുപിടിച്ചു, കൂടുതൽ പ്രാർത്ഥിച്ചാൽ കൂടുതൽ പ്രശ്നങ്ങൾ വരും, അതുകൊണ്ട് പ്രാർത്ഥന അങ്ങ് കുറച്ചേക്കാം. എത്രയോ പേരാണ് എന്നോട് ഒന്ന് പറഞ്ഞിരിക്കുന്നത്, ബ്രദറെ, പ്രാർത്ഥിക്കും തോറും എൻ്റെ പ്രശ്നങ്ങൾ കൂടുകയാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നേ ഇല്ല. പ്രശ്നങ്ങൾ മാറി നിൽക്കട്ടെ. ഇതാരാ പഠിപ്പിച്ചത്? എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയും. ഈ ദൈവശാസ്ത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രാർത്ഥിക്കുമ്പോൾ പ്രശ്നം കൂടുമെന്നുള്ള ദൈവശാസ്ത്രം എനിക്ക് മനസ്സിലായിട്ടില്ല. കുഞ്ഞെ, പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലേലും പ്രശ്നങ്ങൾ വരും. പ്രാർത്ഥിക്കുന്നവർക്കും പ്രാർത്ഥിക്കാത്തവർക്കും പ്രശ്നങ്ങളുണ്ട്. അത് മനസ്സിലാകണമെങ്കിൽ അറബിക്കടലിൻ്റെ തീരത്ത് പോയി ആ ബീച്ചിലൊന്ന് നിൽക്കണം. അതിലൂടെ ഒരു വിശ്വാസിയോ ഒരു അവിശ്വാസിയോ ആര് കപ്പൽ ഓടിച്ചാലും തിരമാലകളുണ്ടായിരിക്കും. ഞാൻ ഇപ്പുറത്ത് പറയാം. അറബിക്കടലിലൂടെ നിരീശ്വരവാദി കപ്പൽ ഓടിച്ചാലും യുക്തിവാദി കപ്പൽ ഓടിച്ചാലും ഒരു വലിയ അപ്പസ്തോലൻ കപ്പൽ ഓടിച്ചാലും അഭിഷിക്തൻ കപ്പൽ ഓടിച്ചാലും ഒരു പാസ്റ്റർ കപ്പൽ ഓടിച്ചാലും 40 ദിവസം ഉപവസിക്കുന്നവർ കപ്പൽ ഓടിച്ചാലും തിരമാലകൾ അറബിക്കടലിൽ ഉണ്ടായിരിക്കും.
പക്ഷെ വ്യത്യാസം എന്താണെന്ന് ഞാൻ പറയാം. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാൻ 7 പ്രാവശ്യം വീണാലും അവൻ നിലം പരിചാകയില്ല, അവൻ എഴുന്നേൽക്കും. Come on. നീ ദൈവത്തിന്റെ കുഞ്ഞാണെങ്കിൽ തീച്ചൂള നിന്നെ തന്തൂരിയാക്കുകയില്ല, വെള്ളത്തിൽ നീ ചത്തുമലക്കുകയില്ല. നീ വെള്ളത്തിൽ കൂടി പോകുമ്പോൾ ഞാനും കൂടെ വരും, ഞാനും ഇറങ്ങും വെള്ളത്തിലേക്ക്. കർത്താവ്, നീ തീച്ചൂളയിൽ ഇറങ്ങിയാൽ ഞാനും ഇറങ്ങും. 4-മനായി ഞാൻ അതിന് നടുവിൽ ഇറങ്ങി നിന്റെ കയ്യിൽ പിടിച്ച് നമ്മൾ ഒരുമിച്ച് തീയുടെ ബലം കെടുത്തും. തീക്ക് ബലമുണ്ട്, പക്ഷെ തീയുടെ ബലം കെടുത്തുവാൻ 4-മനായി ദൈവപുത്രന് തുല്യനായി ഒരുവൻ ഇറങ്ങി വരും. സഹോദരിമാരെ, ഒരു കാര്യം പറയാം, ഞാൻ തീച്ചുളയിലൂടെ പോകുന്നു പറയരുത്. ഞാനും എൻ്റെ യേശുവും കൂടെ തീച്ചുളയിലൂടെ പോകുന്നു എന്ന് വേണം പറയാം. എന്റെ ബ്രദറെ, തീച്ചുള മേലിൽ പറയരുത്. ഞാൻ തീച്ചുളയിൽ നിന്ന് മേലിൽ പറയരുത്. ഞാനും എൻ്റെ കർത്താവും തീച്ചുളയിലൂടെ പോകുന്നു. ഞാനും എൻ്റെ കർത്താവും വെള്ളത്തിലൂടെ പോകുന്നു. നാളുകളിൽ സൂപ്പർ നാച്ചുറൽ മിറക്കിൾസിന്റെ സാക്ഷ്യവുമായി ഞങ്ങൾ തീയിൽ നിന്ന് വെളിവരും. ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് പുറത്തു വരും. ലോകത്തോട് വിളിച്ചു പറയും, പെരുവെള്ളങ്ങൾക്ക് ഞങ്ങളെ മുക്കാൻ കഴിഞ്ഞില്ല, തീക്ക് ഞങ്ങളെ വേവിക്കാൻ കഴിഞ്ഞില്ല. അതിനപ്പുറത്തൊരു ദൈവശക്തി ഞങ്ങളോടുകൂടെ പ്രവർത്തിക്കുന്നു. മുൻപടയായി പിൻപടയായി പ്രവർത്തിക്കുന്നു. ഇരുന്നേ, കൈകൾ ഉയർത്തി പറ, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനുകൾ ശുഭതയ്ക്കുള്ളതാണ്, തിന്മയ്ക്കായിട്ടല്ല, നന്മയ്ക്കായിട്ടത്രേ. അടുത്തിരിക്കുന്ന ആളോട് പറയുക, വെയിറ്റ് ആൻഡ് സീ, കാത്തിരുന്ന് കാണുക. ഇന്ന് നിങ്ങൾ എന്നെ മറന്നാലും ഇവിടെ നടന്ന എല്ലാം മറന്നാലും ഒരു കാര്യം മാത്രം മറക്കരുത്, വെയിറ്റ് ആൻഡ് സീ. പറ, വെയിറ്റ് ആൻഡ് സീ. ആമേൻ, ഹല്ലേലൂയ. കൂടുതൽ ഓർക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ, മെമ്മറി ഉണ്ടെങ്കിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുക. പറ്റുമോ? പറ, കഥ തീർന്നിട്ടില്ല. പറ, കഥ തീർന്നിട്ടില്ല. ദിസ് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ദ സ്റ്റോറി. കഥ തീർന്നിട്ടില്ല. വെയിറ്റ് ആൻഡ് സീ. നിന്റെ കഥ തീർന്നിട്ടില്ല. ഇനിയും കിടപ്പുണ്ട് ചില ചാപ്റ്റേഴ്സ്. ഒരു നോവൽ വായിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ചാപ്റ്ററാണോ ഭയങ്കര എക്സൈറ്റിംഗ്, രണ്ടാമത്തെ ചാപ്റ്ററാണോ എക്സൈറ്റിംഗ്, 4-5 അധ്യായങ്ങൾ കഴിയുമ്പോഴാണ് എക്സൈറ്റിംഗ്. എവിടെയാണ് എക്സൈറ്റ്മെൻറ്റ് തുടങ്ങുന്നത്? ഒരു പകുതി മുക്കാലൊക്കെ ആയി കഴിയുമ്പോഴേ അതിൻ്റെ ആവേശം കൂടിയുള്ളൂ. പിന്നെയുള്ള ചാപ്റ്ററുകൾ ചിലപ്പോൾ എഴുന്നേറ്റ് നിന്നായിരിക്കും വായിക്കുന്നത്. ആവേശം കൂടി അതിൻ്റെ ക്ലൈമാക്സിലെത്തുന്നത് അവസാനമാണ്. നിന്റെ അന്ത്യം മനോഹരമായിരിക്കും. ആരംഭം ചിലപ്പോൾ ചെറുതായി, പക്ഷെ നിന്റെ അന്ത്യം മനോഹരമായിരിക്കും. ഞാൻ ചിലരോടൊക്കെ ചിലത് ഇന്ന് വിളിച്ചു പറയുകയാണ്, വെള്ളത്തിൽ വരച്ച വിലാപകാവ്യമല്ല നിന്റെ ജീവിതം. അതേതോ നിരാശ പൂണ്ട കവി എവിടെയോ പറഞ്ഞു വെച്ചതാണ്. അവനെ അല്ലല്ലോ നീ അനുഗമിക്കുന്നത്. ജീവന്റെ ഉറവിടമായ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ഒരു യേശുവിന്റെ പുറകെയാണ് നീ പോകുന്നതെങ്കിൽ ആരോ മദ്യപിച്ചെഴുതിയ കവിതയുടെ പുറകെ നീ പോകരുത്. നിനക്ക് ജീവന്റെ വചസ്സുകളുണ്ടല്ലോ. ഈ വചനം കയ്യിലുണ്ടെങ്കിൽ ആ വചനത്താൽ നീ ജീവിക്കും. തെളിവ് തരാം. തെളിവ് വേണമെങ്കിൽ തരാം. എത്ര പേർക്ക് വേണം? തെളിവ് തരാം. നമ്മുടെ കർത്താവ്, നമ്മുടെ രക്ഷകനായ, നമ്മുടെ പ്രാണപ്രിയനായ യേശു ഈ ഭൂമിയിൽ നമ്മെപ്പോലെ 2 കാലിൽ ജീവിച്ച കാലത്ത് 40 ദിവസം ഉപവസിക്കുമ്പോൾ പരീക്ഷകൻ അവൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഈ കല്ലുകളെ അപ്പമായിട്ട് നീ അങ്ങ് ഭക്ഷിക്ക്. സൂപ്പർ നാച്ചുറൽ മിറക്കിൾ കാണുമല്ലോ. നിനക്ക് വിശക്കുന്നില്ലേ? നീ ദൈവപുത്രനല്ലേ? നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി ഭക്ഷിക്കുക. കർത്താവ് കൊടുത്ത മറുപടി എല്ലാവരും ചേർന്ന് പറയാമോ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല
നാടൻ ഭാഷയിൽ പറയാം, മനുഷ്യൻ ചോറും സാമ്പാറും കൊണ്ട് മാത്രമല്ല, മനുഷ്യൻ ഫ്രൈഡ് റൈസ് കൊണ്ട് മാത്രമല്ല, പറ ഇഷ്ടമുള്ളതൊക്കെ പറ, മനുഷ്യൻ മസാല ദോശ കൊണ്ട് മാത്രമല്ല, ചപ്പാത്തിയും ചിക്കൻ കറിയും കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന സകല വചനങ്ങളാലും അവൻ ജീവിക്കുന്നു. നിനക്ക് ജീവിക്കണമെങ്കിൽ ബ്രെഡ് ആൻഡ് ബട്ടർ മാത്രം പോരാ. നിനക്ക് ജീവിക്കണമെങ്കിൽ ഒരു ദൈവ പൈതലിന് ജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം വേണം. അതിനർത്ഥം ദൈവവചനം ഉണ്ടെങ്കിൽ നീ ജീവിച്ചിരിക്കും. അകത്ത് വേരില്ലായകയാൽ അവർ വേഗത്തിൽ വാടിപ്പോകും. വാടാതിരിക്കണമെങ്കിൽ മക്കളെ, ഈ കാലത്ത് ഈ ഫ്രണ്ട് റോയിലേക്ക് ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, മക്കളോട് ഞാൻ പറയട്ടെ, എൻ്റെ പൊന്നുമക്കളെ പോലെ ഞാൻ പറയാം, ഈ സമയത്ത് എത്രത്തോളം വചനം സ്റ്റോർ ചെയ്യാമോ അത്രയും വചനം സ്റ്റോർ ചെയ്തേക്കണം. ലൈഫ് മൊത്തം രക്ഷപ്പെടും. ഞാൻ 16 വയസ്സിൽ സ്റ്റോറേജ് തുടങ്ങിയതാണ്. എത്ര വചനം, മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ്, മാത്തമാറ്റിക്കൽ ഫോർമുല, കെമിക്കൽ ഫോർമുല, ബയോളജിക്കൽ, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നു. അതിനേക്കാൾ അധികം ദൈവത്തിന്റെ വചനം നിങ്ങളുടെ അകത്ത് ഇന്ന് സ്റ്റോർ ചെയ്താൽ ഈ ദുനിയാവിൽ എന്ത് സംഭവിച്ചാലും എന്റെ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും. പുല്ല് വാടിപ്പോകും, പൂ ഉതിർന്നു പോകും, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും. മത്തായി 24:35 വ്യക്തമായി എഴുതിയിരിക്കുന്നു, ആകാശവും ഭൂമിയും മാറിപ്പോകും. ഇന്ന് നാം ചവിട്ടി നടക്കുന്ന, വണ്ടി ഓടിക്കുന്ന, വീട് പണിത് താമസിക്കുന്ന ഈ ഭൂമി മാറിപ്പോകും. ആകാശം ചുരുളുപോലെ നീങ്ങിപ്പോകും. എന്നാൽ എൻ്റെ വചനമോ ഒരു നാളും മാറിപ്പോകുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ രണ്ടും ഉയർത്തി മുകളിലേക്ക് നോക്കി ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. യിരെമ്യാവിന്റെ പുസ്തകം 1:5 പറയുന്നത്, ബിഫോർ ഐ ഫോംഡ് യു ഇൻ ദ വൂം ഐ ന്യൂ യു, ബിഫോർ യു വർ ബോൺ ഐ സെറ്റ് യു അപ്പാർട്ട്. യിരെമ്യാവിന്റെ പുസ്തകം 1:5 പറയുന്നത്, നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നിന്നെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ അറിഞ്ഞു. ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. നീ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ എനിക്ക് വേണ്ടി അങ്ങ് മാറ്റിവെച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചു. മതി, അതൊന്നുകൂടി വായിക്കാമോ? 5 ഒന്നുകൂടി വായിക്കാമോ? നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. അത് വല്ല ദേവദാസന്മാരെ കുറിച്ചാണ്, യിരെമ്യാവിനെ കുറിച്ച് പറഞ്ഞല്ലോ. അല്ല, പ്രവാചകന്മാർ തുടങ്ങിയ ഒരു കാറ്റഗറി ഇല്ലേ, വലിയ വലിയ സെപ്പറേറ്റ് ടീം, സൂപ്പർ സ്റ്റാറുകൾ, അങ്ങനെയല്ല പറയുന്നത്. എല്ലാവരും നേരെ ഇരുന്നേ, നേരെ ഇരിക്കും, സ്ട്രൈറ്റ്. എൻ്റെ കണ്ണിലേക്ക് മാത്രം നോക്കുക. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ദൈവം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, പ്രഗ്നൻസി ടെസ്റ്റ് നടക്കുന്നതിന് മുൻപ്, പോസിറ്റീവ് ആണട്ടോ എന്ന് പറയുന്നതിന് മുമ്പ്, സ്കാനിങ്ങിന് മുമ്പ്, അമ്മയ്ക്ക് മോർണിംഗ് സിക്നസ് തുടങ്ങുന്നതിന് മുമ്പ്, പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങൾ കാണപ്പെടുന്നതിന് മുൻപ് ഞാൻ നിന്നെ അറിഞ്ഞു. കുട്ടി ജനിച്ചു, ആണ് മുട്ടായി എന്നാ, ലഡു കൊടുക്കുന്നതിന് മുമ്പ്, പെണ്ണ് പറയുന്നതിന് മുമ്പ്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും, സ്റ്റേജിലുള്ളവരോടല്ല കുഞ്ഞെ, എല്ലാവരോടും, ഈ ക്യാമറയിലുള്ളവരോട്, കീബോർഡിൽ, ഗിറ്റാറിൽ, റിതം, ആരൊക്കെ ഇവിടെ ഉണ്ടോ എല്ലാവരെ കുറിച്ചും കർത്താവ് പറയുന്നത്, ബിഫോർ ഐ ഫോംഡ് യു ഇൻ ദ വൂം ഐ ന്യൂ യു. ഞാൻ നിന്നെ അറിഞ്ഞു. ബിഫോർ യു വർ ബോൺ ഐ സെറ്റ് യു അപ്പാർട്ട്.
അന്നേ കർത്താവ് നിന്നെ വിളിച്ച്, നിൻ്റെ പേര് വിളിച്ച്, ഓമന പേർ ചൊല്ലി വിളിച്ച് തനിക്കായി അത്യുന്നതനായ ദൈവത്തിനായി വേർതിരിച്ചു. നിങ്ങളിപ്പോൾ ഈ മീറ്റിംഗ് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി ഈ റോഡിൽ ഇറങ്ങി നിൽക്കുക. ആയിരങ്ങളാണ് അതിലെ പോകുന്നത്, ആയിരങ്ങൾ. അവരാരും ഇവിടെ വന്നില്ലല്ലോ, നിങ്ങൾ വന്നല്ലോ. അർത്ഥം എന്താണ്? പറ്റുവാണെങ്കിൽ കൈകൾ ഉയർത്തി നന്ദി പറ. മുകളിലൊക്കെ നോക്കി, നീ എന്നെ തെരഞ്ഞെടുത്തല്ലോ അപ്പാ, നീ എന്നെ കണ്ടല്ലോ അപ്പാ. ലോകസ്ഥാപനത്തിന് മുമ്പ്, ഈ ലോകമുണ്ടാകുന്നതിന് മുൻപ് നിന്നെ അവൻ കണ്ടു. അസ്ഥികൾ ഉരുവായി വരുന്നതിന് മുൻപ് അവൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചു, തൻ്റെ സ്വന്തമാക്കി മാറ്റി. സങ്കീർത്തനം 13-ാമത്തെ വചനത്തിൽ പറയുന്നത്, യു ക്രിയേറ്റഡ് മൈ ഇൻമോസ്റ്റ് ബീയിങ്, യു knit me together in my mother's womb. നീയല്ലോ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ മെടഞ്ഞത് എന്ന് പറയുന്ന ആ ഭാഗം ദൈവം നിന്നെ കണ്ടു. ഇതിനകത്ത് വന്നിരിക്കുന്ന ആരും ഒരു ബയോളജിക്കൽ ആക്സിഡൻ്റ് അല്ല. ചിലർക്ക് അങ്ങനെ വിശ്വസിക്കുന്നു. എൻ്റെ അപ്പനും അമ്മയ്ക്കും എന്താ അബദ്ധം പറ്റി ഞാൻ ജനിച്ചു, അങ്ങനെ വിശ്വസിക്കുന്ന പലരുമുണ്ട്. ഐ എം എ ബയോളജിക്കൽ ആക്സിഡൻറ്റ്. അങ്ങനെ സംഭവിക്കാറുണ്ട്. കാരണം ചിലർ വിചാരിക്കും അടുത്തൊരു 2 വർഷത്തെ കുഞ്ഞുങ്ങൾ വേണ്ട, അപ്പോഴാതെ വരുന്നു നിങ്ങൾ വരുന്നു. അതിൽ നമുക്ക് കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ പിറക്കുന്നത്. അവർ പ്ലാൻ ചെയ്തില്ല, പക്ഷേ സ്വർഗത്തിലെ ദൈവം നിന്നെ പ്ലാൻ ചെയ്തു. ഞാൻ വീണ്ടും പറയുന്നു, നിന്റെ അപ്പൻ്റെ അമ്മയുടെയും പദ്ധതിയിലല്ല നീ പിറന്നു വീണത്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ, അഖിലാണ്ടത്തിൻ്റെ രചയിതാവായ, യൂണിവേഴ്സിൻ്റെ കർത്താവായ മഹാദൈവം ആണ് നിനക്കൊരു ജീവൻ തന്നത്, ജീവിതം തന്നത്. ചോദ്യം, ഇനി അങ്ങോട്ടെങ്കിലും പപ്പയ്ക്കും വേണ്ടി, മമ്മിക്ക് വേണ്ടി, ബോയ് ഫ്രണ്ടിന് വേണ്ടി, ഗേൾ ഫ്രണ്ടിന്, ഇവർക്കും വേണ്ടി ജീവിക്കാതെ ജീവൻ തന്നവന് വേണ്ടി ജീവിക്കാൻ ഇതിനകത്തിരുന്ന് എത്ര പേർ തീരുമാനിക്കും? കാഴ്ചപ്പാടൊന്ന് കാഴ്ചപ്പാട് മാറ്റ. ഒത്തിരി പേർക്ക് നിരാശ വരാൻ കാരണം, ഞാനിവിടെ വന്നപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, ഈ ഞരമ്പ് മുറിക്കുന്ന സ്വഭാവമുള്ള ചിലർ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഞാൻ മുറിക്കും, ബക്കറ്റിൽ മുക്കും, ഞാൻ ചാകും. മരണത്തിൻ്റെ ആത്മഹത്യയുടെ ആത്മാവ് വാഗൊണ്ട് പല പ്രാവശ്യം ഇങ്ങനെ ചാകും എന്ന് പറയുന്ന ആരൊക്കെ ഇതിനകത്തിരിപ്പുണ്ട്. ഇനി മരണം വരെ അത് പറയരുത്. കാരണം ജീവനും മരണവും നാവിൻ്റെ അധീനതയിലിരിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 18:21 എൻ്റെ ഓർമ്മ. ജീവനും മരണവും നിന്റെ നാവിൻ തുമ്പിലാണ് ഇരിക്കുന്നത്. പറയരുത്. ആ നാവ് കൊണ്ട് അത് സംസാരിച്ചുകൊണ്ടിരുന്നാൽ മരണത്തിൻ്റെ ദുരാത്മാക്കൾ വന്ന് ശരീരത്തിൽ വന്ന് കുടികൊള്ളും. എന്നാൽ പകരം ജീവൻ്റെ ഉറവായ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കും. ഒരു കത്തുന്ന തിരുനാളമായി ഞാൻ അവന് വേണ്ടി ജീവിക്കും. പപ്പയ്ക്കല്ല, മമ്മിക്കല്ല, നാത്തൂന് വേണ്ടിയല്ല, അമ്മായിയമ്മയ്ക്ക് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത്. ജീവൻ തന്നവന് വേണ്ടി ഞാൻ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അന്ന് പരിശുദ്ധാത്മാവ് വന്ന് നിന്നോടുകൂടെ സഹവാസം ചെയ്യും. ഹല്ലേലൂയ. അപ്പനും അമ്മയ്ക്കും അബദ്ധം പറ്റിയതല്ല നീ. ചിലരൊക്കെ ജനിക്കും, അവർ വിവാഹത്തിന് മുമ്പൊക്കെ ചില സ്ത്രീകൾ ഗർഭിണിയാവുന്നു. അതിനുശേഷം പിന്നെ കല്യാണം നടത്തി കൊടുക്കുക, ഒളിച്ചു കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് വെച്ചു. അങ്ങനെയൊക്കെ ജനിക്കുന്ന ആളുകൾ വിചാരിക്കും പറ്റിയൊരു മിസ്റ്റേക്കാണ് ഞാൻ. ഐ എം എ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിന്നുകൊണ്ട് പറയുക, ഞാനാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ദാസനായി നിന്നുകൊണ്ട് ദൈവവചനം മുമ്പിൽ വെച്ചിട്ടാണ് പറയുന്നത്, യു ആർ നോട്ട് എ മിസ്റ്റേക്ക്. മനുഷ്യർക്ക് അബദ്ധം പറ്റാം, ദൈവത്തിന് അബദ്ധം പറ്റുകയില്ല. അത് എല്ലാവർക്കും മനസ്സിലായില്ല, ഒന്നുകൂടി ഞാൻ പറയാം. മനുഷ്യർക്ക് അബദ്ധങ്ങൾ പലത് പറ്റും, പക്ഷേ ദൈവത്തിന് അബദ്ധം പറ്റുകയില്ല. നീ ഒരു മിസ്റ്റേക്ക് അല്ല, ആർക്കും വേണ്ടാതെ ജനിച്ച കുഞ്ഞല്ല നീ.
സ്വർഗത്തിലെ പിതാവിൻ്റെ കൺമണിയാണ് നീ. Yes. Amen. ഇത് അകത്തെഴുതണം. അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ പറയണം, നോ നോ നോ, ഞാൻ എൻ്റെ സ്വർഗത്തിലെ പിതാവ് തന്നൊരു ജീവിതമാണിത്. അത് ഞാൻ അവന് വേണ്ടി ജീവിച്ച, അവൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കും. പറയാനാണെങ്കിൽ യേശുവിന് പറയാമായിരുന്നു, തൻ്റെ അയൽക്കാരെല്ലാം തന്നെ അർത്ഥം വെച്ച് നോക്കുമായിരുന്നു. കാരണം യേശു ജനിച്ചത് വിവാഹത്തിന് വെളിയിലാണ്. വിവാഹം കഴിഞ്ഞിട്ടില്ലായിരുന്നു. കാരണം ഞാൻ ചിലത് പറഞ്ഞിട്ട് ചിലർക്ക് എപ്പോഴും വിശ്വാസമായിട്ടില്ല. അതുകൊണ്ടാണ് ഇതും കൂടി എടുത്തു പറയുന്നത്. യേശു ജനിച്ചത് വിവാഹത്തിന് വെളിയിലാണ്. വിവാഹം നിശ്ചയം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവർ തമ്മിൽ കൂടി വരുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവിനാൽ മറിയ ഗർഭിണിയായി. അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ മിസ്റ്റേക്ക് യേശു ആകണമായിരുന്നു. അല്ല കുഞ്ഞേ, എത്ര പേർക്ക് മനസ്സിലായെന്ന് അറിഞ്ഞുകൂടാ. അല്ല കുഞ്ഞേ, അങ്ങനെയെങ്കിൽ യേശു ആയിരിക്കണം ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അങ്ങനെ മിസ്റ്റേക്ക് എന്ന് വിചാരിച്ചു ഒത്തിരി പേര്. അതുകൊണ്ടാണ് പലരും അവൻ മറിയയുടെ മോനല്ലയോ, അർത്ഥം എന്താണെന്നറിയാമോ? അപ്പൻ്റെ പേരിലല്ലേ മക്കൾ അറിയപ്പെടുന്നത്. അവൻ മറിയയുടെ മകനല്ലയോ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അപ്പനില്ലാതെ ജനിച്ച കുഞ്ഞാണെന്ന്. അങ്ങനെ അവനെ വിളിച്ചു, തിരിച്ചും വിളിച്ചു. തച്ചൻ്റെ മകനല്ലയോ? ആണോ? അതുമല്ല, തച്ചൻ്റെ മകനാണ്. യോസഫിന് ഇതിന് ഒരു കയ്യുമില്ല. യോസഫ് അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ വേണ്ടി വരെ തീരുമാനിച്ചതാണ്. രഹസ്യത്തിൽ കളഞ്ഞേക്കാം, അവൾക്കിനി നാണക്കേടൊന്നും വരുത്തണ്ട, രഹസ്യത്തിൽ അവളെ ഉപേക്ഷിച്ച് കളയാം എന്ന് വരെ വിചാരിച്ചു. എനിക്ക് വ്യക്തമായി എൻ്റെ ചങ്കലറിയാം, ഇന്നിവിടെ ഇരിക്കുന്ന ചിലരിൽ ചില കുഴഞ്ഞ ബാക്ക്ഗ്രൗണ്ടുള്ള ചിലർ ഇതിനകത്തുണ്ട്, കോംപ്ലിക്കേറ്റഡ് ബാക്ക്ഗ്രൗണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മ അവിടെ കറങ്ങുന്നത്. അത് നേരെയാക്കാനാണ് ദൈവം ഇവിടെ നിന്നെ കൊണ്ടുവന്നത്. നീ തലകുനിക്കരുത്, സമൂഹത്തിൻ്റെ മുമ്പിൽ തലകുനിക്കരുത്, കൂട്ടുകാരുടെ മുമ്പിൽ തലകുനിക്കരുത്. നിനക്ക് ജ്യേഷ്ഠ സഹോദരനായി യേശു ഉണ്ട്. യേശു അങ്ങനെയാ ജനിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കൈകളും ഉയർത്തി, കം ഓൺ, ഹല്ലേലൂയ. യേശുവിന് നന്ദി പറ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരിക്കൽ ഒരു സാറ എന്ന പേരുള്ളൊരു മോള് ഓർഫനേജിൽ വളരുകയാണ്. അപ്പോൾ ഏകദേശം അവൾക്കറിയാം, അപ്പനുമില്ല അമ്മയും ഇല്ലാത്തൊരു കുഞ്ഞ് അനാഥാലയത്തിലല്ലേ വളരുന്നത്. അതിന് വളർന്ന് 18 വയസ്സായ ദിവസം അവിടുത്തെ ഹോസ്റ്റലിലെ വാർഡൻ അവളുടെ കയ്യിലേക്ക് ഒരു കവർ എടുത്തു കൊടുത്തു, ഒരു എൻവലപ്പ് എടുത്തു കൊടുത്തു. 18 വയസ്സ് തികയുന്ന പിറന്നാളിൻ്റെ ദിവസമാണ് എടുത്തു കൊടുക്കുന്നത്. അവൾ ആ കവർ പൊട്ടിച്ച് വായിച്ചപ്പോൾ അത് അവളെ പ്രസവിച്ച അമ്മയുടെ ലെറ്ററാണ്. അമ്മ ഏതോ കാരണത്താൽ മരിച്ചുപോയി, അപ്പനും മരിച്ചുപോയി കാണും. ഇവൾ ജനിച്ച സമയത്ത്, അവൾക്ക് പേരിടുന്ന സമയത്ത് എഴുതി വെച്ചൊരു കത്താണ്. അതെങ്ങനെയോ ഹോസ്റ്റൽ വാർഡൻ്റെ കയ്യിൽ കിട്ടി. അവൾ സൂക്ഷിച്ചു വെച്ചു. 18ാമത്തെ ബർത്ത്ഡേയുടെ ദിവസം കൊണ്ടുവന്ന് കൊടുത്തു. പൊട്ടിച്ചു വായിച്ചപ്പോൾ, സാറ, എൻ്റെ മോളെ, ഞാൻ നിനക്ക് സാറ എന്ന് പേരിടാൻ കാരണം ആ വാക്കിൻ്റെ അർത്ഥം പ്രിൻസസ് എന്നാണ്, രാജകുമാരി. എൻ്റെ ഉദരത്തിലായിരുന്ന സമയം മുതലേ ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിച്ചു. നീ എൻ്റെ കൺമണിയാണ്, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു എന്ന് മമ്മി എന്ന് പറഞ്ഞൊരു കത്തിരിക്കുക. അതിനുശേഷം ഉടനെ തന്നെ അവളെന്തോ മരിച്ചുപോയി. ഈ കത്ത് എഴുതി വെച്ചിട്ടാണ് മരിച്ചത്. പക്ഷേ അവൾ 18 വയസ്സുവരെ ഇങ്ങനൊരു വാക്ക് അവൾ കേട്ടിട്ടില്ല. അന്നൊരു തിരിച്ചറിവുണ്ടായി, എന്നെ സ്നേഹിക്കുന്നൊരമ്മ ഉണ്ടായിരുന്നു. ഇന്നിവിടെ ഇല്ലെന്നുള്ളൂ. അവൾ എന്നെ സ്നേഹിച്ചു, അവൾ എനിക്ക് ഒത്തിരി സ്നേഹം തന്നു, അവൾ എന്നെ കണ്ടു, അവൾക്ക് ചില പ്ലാനുകൾ ഉണ്ടായിരുന്നു. അന്നാണ് തിരിഞ്ഞ്, അന്ന് അവളുടെ ചിന്തകൾ മുഴുവൻ മാറി. ഐ എം എ ലവ്ഡ് ചൈൽഡ്, എന്നെ സ്നേഹിക്കുന്നൊരു മമ്മി ഉണ്ട്. ഇതുപോലെയാണ് പലപ്പോഴും നമ്മൾ ദൈവത്തിൽ നകന്ന്, എനിക്കാരുമില്ല, ദൈവത്തിനും എന്നെ വേണ്ട, അതുകൊണ്ടല്ലേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് പറഞ്ഞ് ജീവിച്ച്
ഒരു ദിവസം ദൈവസ്നേഹം നാം തിരിച്ചറിയുമ്പോൾ, ഈ വചനം നാം മനസ്സിലാകുമ്പോൾ, അപ്പോഴാണ് മനസ്സിലാകുന്നത്, അല്ലല്ല, എന്നെ സ്നേഹിക്കുന്നൊരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ലോകസ്ഥാപനത്തിനും അവൻ എന്നെ കണ്ടു. അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പ് കർത്താവ് എന്നെ കണ്ടു. എന്നെ അവൻ സ്നേഹിച്ചു എന്ന് മനസ്സിലാക്കാൻ അന്നേ കർത്താവ് എന്നെ കണ്ടു. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയുന്നു, മുൻനിരയിലും പിൻനിരയിലും ഇടയ്ക്കും ഇടത്തും വലത്തും എല്ലായിടത്തിരിക്കുന്നവരോട് പറയുന്നു, നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്, നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്, നിന്നെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടൊരു ദൈവമുണ്ട്, നിന്നെക്കുറിച്ച് പ്ലാനുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നൊരു ദൈവമുണ്ട്. പ്ലാനുകളെല്ലാം പുറത്ത് വന്നിട്ടില്ല. ഇനിയുള്ള വർഷങ്ങളിലാണ് പ്ലാനുകളുടെ ചുരുളഴിയാൻ പോകുന്നത്. സാമ്പ്രദറിൻ്റെ മകനെക്കുറിച്ചുള്ളത് 17 വർഷത്തിന് ശേഷം നമ്മളിവിടെ കണ്ടു. ഞാൻ ആദ്യവും കണ്ടു, ഇതും കണ്ടു. ഇത് രണ്ടിൻ്റെയും ദൃക്സാക്ഷിയാണ് ഞാൻ. ഓരോ ജീവിതത്തിൽ ഇതുപോലെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ചെയ്യേണ്ടത് ജീവിതം മൊത്തം ഇങ്ങനെ സ്നേഹിക്കുന്ന, കരുതലുള്ള, പ്ലാനുള്ള ആ ദൈവത്തിനങ്ങ് സമർപ്പിക്കേ. പലരുടെ കയ്യിൽ നിന്റെ ജീവിതം എറിഞ്ഞിട്ട് കൊടുത്ത് അവർ നിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചില്ലേ? എന്നാൽ ഇന്ന് നശിപ്പിക്കാതെ സമൃദ്ധിയായ ജീവൻ തന്ന് നിനക്കൊരു ഭാവി തരാമെന്ന് പറയുന്ന വാക്തത്വം പറഞ്ഞ, വാക്ക് പറഞ്ഞാൽ മാറാത്ത യേശുവിൻ്റെ കൈക്കുമ്പിളിലേക്ക് ചെന്നങ്ങ് വീഴ്. അവിടെ മുതൽ അടുത്തൊരു ചാപ്റ്റർ തുറക്കുകയാണ്. ശക്തിയോടെ കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറ. റോമാലേഖനം 8:28 പറയുന്നത്, we know that in all things God works for the good of those who love him, who have been called according to his purpose. നിർണയപ്രകാരം, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ജീവിതത്തിൽ സംഭവിക്കുന്ന തീച്ചുളുടെ അനുഭവം പോലും, പ്രശ്നങ്ങൾ പോലും നന്മയ്ക്ക് വേണ്ടി ഒരു ദിവസം കർത്താവ് ആക്കി തീർക്കും. അതിവിടെ ഇരിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു സന്ദേശമായി സ്വീകരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ചില സമയത്തൊക്കെ ഈ കൈ ഒടിയും, ചിലരുടെ കൈ ഒടിഞ്ഞിട്ടുള്ള കയ്യോ കാലോ എവിടെയെങ്കിലും ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിട്ടുള്ളവരൊന്ന് കൈ ഉയർത്താം. ഒത്തിരി പേരെ ഉണ്ട്. ചോദിച്ചാലും അറിയാം, ആ കൈ ഒടിഞ്ഞിട്ട് രണ്ടാമത് ചേർന്നില്ലേ, അതിനാണ് കൂടുതൽ ഉറപ്പ്. സാധാരണ ഒടിയാത്ത അസ്ഥിയേക്കാൾ ആ ഭാഗത്തിന് ഭയങ്കര ഉറപ്പായിരിക്കും എന്ന് പറയാം. ഇതുപോലെ ചില ബ്രോക്കൺ പീസുകളൊക്കെ നമ്മുടെ ജീവിതം തകർന്നു പോകുമ്പോൾ കർത്താവ് അതിനെ കൂട്ടിച്ചേർത്ത് ഫ്യൂസ് ചെയ്ത് വീണ്ടും റെഡിയാക്കി എടുത്താൽ പഴയതിനേക്കാൾ ശക്തി നിന്റെ ജീവിതത്തിൽ കർത്താവ് തരും. നമ്മുടെ ജീവിതം പൊട്ടി തകർന്ന് എല്ലാം പോയി നിന്നും ആരും ചിന്തിക്കരുത്. തകർന്ന പാത്രങ്ങളെ പണിയുവാൻ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കരങ്ങളുടെ വിരലുകൾ, കരവിരലുകൾ ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളെയും കർത്താവ് വെറുതെ വിടുകയില്ല. പരീക്ഷയിലെ തോൽവി ജീവിതത്തിലെ തോൽവിയല്ല. വെള്ളത്തിനിടയിൽ കേട്ടോന്നറിയില്ല. പരീക്ഷയിലെ തോൽവി ജീവിതത്തിലെ എല്ലാവരും ഒന്ന് പറഞ്ഞു. പരീക്ഷയിലെ തോൽവി ജീവിതത്തിലെ തോൽവിയല്ല, അത് പരീക്ഷയിലെ തോൽവിയാണ്. അതൊന്നുകൂടി എഴുതിയാൽ പോരെ. ഒരു പ്രശ്നങ്ങളിൽ പൊട്ടി, നോ പ്രോബ്ലം, ആ പ്രശ്നത്തിലേ പൊട്ടിയുള്ളൂ, ജീവിതം പൊട്ടിയിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് ഭൂമിയിലുള്ള മിക്കവാറും എല്ലാ കോടീശ്വരന്മാരും പല പ്രാവശ്യം ബിസിനസ് പൊട്ടിയവരാണ്. ജീവിതം പൊട്ടി തകർന്ന് വലിയ കഷ്ടതയിലും കടഭാരത്തിലുമായവരാണ്. അതിൽ നിന്നും അവർ പിടിച്ചു കയറി. ഇന്ന് പ്രാർത്ഥനയ്ക്ക് വന്ന എല്ലാവരോടും ഞാനിവിടെ പരസ്യമായി വിളിച്ചു പറയുന്നു, നീ നിന്റെ ജീവിതത്തിൽ പിടിച്ചു കയറും. പിടിച്ചു കയറും. വിശ്വസിക്കുന്നവർ മാത്രം അടിക്കാവൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ രക്ഷയുടെ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതിയിലെ ഏറ്റവും വലിയ പദ്ധതിയാണ് രക്ഷയുടെ പദ്ധതി. പറയാമോ? ഉറക്കെ പറയാമോ? എല്ലാവരും നമ്മൾ രക്ഷിക്കപ്പെടണം. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. രക്ഷിക്കപ്പെടണം. സാൽവേഷൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, സാൽവേഷൻ, രക്ഷ. അവിടെ നിന്നാണ് കർത്താവിന് ഇഷ്ടമുള്ളതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തെ അവൻ ഷേപ്പ് ചെയ്യുന്നത്. അവിടെ നിന്നാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും
നിത്യജീവൻ നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ചു. നമ്മെല്ലാവരും സ്നേഹിച്ച് സ്വന്തം പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അവൻ നമുക്കായി വിട്ടുതന്നു. നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് യേശു മരിച്ചു. അതിൻ്റെ അർത്ഥം പിതാവായ ദൈവത്തിന് ഏറ്റവും സ്നേഹമുള്ളത് യേശുവിനോടാണ്. ആ യേശുവിനേക്കാൾ കൂടുതൽ അവൻ നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് നമുക്ക് പകരമായി അവൻ യേശുവിനെ കൊടുത്തത്. ഈ സ്നേഹം തിരിച്ചറിഞ്ഞാൽ അന്ന് നമ്മുടെ പരാതിക്കെട്ട് മുഴുവൻ നമ്മളന്ന് തീ കൊളുത്തി കത്തിച്ചു കളയും. കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹല്ലേലൂയ. സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി നമ്മെ സ്നേഹിച്ച് തന്നവൻ. റോമാലേഖനം 8:32 പറയുന്നു, അവനോടൊപ്പം സകലവും നിനക്ക് നൽകാതിരിക്കുമോ? എഫെസ്യ ലേഖനം 2:8 പറയുന്നു, for it is by grace you have been saved through faith. നാം വിശ്വാസം, കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാലുള്ള രക്ഷ അവൻ നമുക്ക് തന്നിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളിനി എത്ര വർഷം കൂടി ഈ ഭൂമിയിൽ ജീവിക്കും? വെറുതെ ഒന്ന് ചിന്തിക്കും. ഇനി എത്ര വർഷം കൂടി എനിക്ക് മുമ്പിലുണ്ട്? അതിനുശേഷം എന്താണ്? ബൈബിൾ പറയുന്നു, ഒന്നുകിൽ ദൈവസന്നിധിയിൽ സ്വർഗത്തിൽ നീ എത്തിച്ചേരും, അല്ലെങ്കിൽ നരകത്തീയിലേക്ക് നീ ചെന്ന് വീഴും. ആകെ 2 ലക്ഷ്യസ്ഥാനങ്ങളേ ഉള്ളൂ. ഇടയ്ക്ക് ത്രിശങ്കു സ്വർഗം എന്നൊക്കെ പറയുന്നത് ഒരു സാധനമില്ല. ഒരു ഇടനിലം ബൈബിളിൽ പറഞ്ഞിട്ടില്ല. 2 ഡെസ്റ്റിനേഷൻസേ ഉള്ളൂ. ഒന്നുകിൽ ദൈവത്തോടുകൂടെ സ്ഥിരമായി സ്വർഗത്തിലുള്ള വാഴ്ച, അല്ലെങ്കിൽ സകല സാത്താനെയും അവൻ്റെ ദൂതന്മാരെ ഇടുന്ന നരകത്തീയിലേക്ക് അല്ലെങ്കിൽ തീപ്പൊയ്യിലേക്ക് അവരെ തള്ളിയിടും. വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് വരെ ആ തെരഞ്ഞെടുപ്പ് നടത്താത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് ആ തെരഞ്ഞെടുപ്പ് കൂടെ നടത്തിയിട്ടേ പോകാവൂ. ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വെച്ച് നിങ്ങളുടെ ജീവിതം മുഴുവനായി യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. അവിടെ മുതൽ ഒരു പുതിയ അധ്യായം ജീവിതത്തിൽ തുടങ്ങുകയാണ്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഒരു നിമിഷം നമുക്ക് ഏവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാൻ വേണ്ടി തയ്യാറാകാം. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുക. താങ്ക് യു ജീസസ്. തോൽവികളും ജയങ്ങളും നന്മയ്ക്കായി ഞാൻ നിന്യനായി തീർന്നതു നന്മയ്ക്കായി. എന്നെ പേർ ചൊല്ലി വിളിച്ചതു
കണ്ണുകൾ രണ്ടും ഭദ്രമായി അടയ്ക്കുക. ഈ സമയത്ത് എല്ലാവരും ഞാൻ പറഞ്ഞു തരുന്ന പ്രാർത്ഥനയുടെ വാചകങ്ങൾ ഉറക്കെ ഏറ്റുപറയണം. പ്രത്യേകിച്ച് പുതുതായി വന്നവർ, അല്ലെങ്കിൽ യേശുവിന് വേണ്ടി ഇതുവരെ ഹൃദയം മുഴുവനായി യേശുവിൽ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം, എന്നാൽ ജീവിതം സമർപ്പിച്ചിട്ടില്ലാത്തവർ, ജീവിതം സമർപ്പിക്കുക എന്നതിൻ്റെ അർത്ഥം സമർപ്പിക്കുന്ന ആ നിമിഷം മുതൽ ഇനി മരണം വരെ യേശുവല്ലാതെ മറ്റൊരു വ്യക്തിയുടെ പുറകെ പോകരുത്. യേശു മാത്രം കർത്താവ്, യേശു മാത്രം ദൈവം, യേശു മാത്രം രക്ഷകൻ. അപ്പോസ്തല പ്രവൃത്തികൾ 4:12 പറയുന്നു, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ ഹൃദയത്തിൽ നിന്നും, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും വായ് തുറന്ന് വ്യക്തമായും ശക്തമായും ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പോലെ ഉറച്ചു പ്രാർത്ഥിക്കണം. ഉറക്കെ പറയാം, യേശുവേ, യേശുവേ, എന്നെ രക്ഷിക്കുവാൻ, എന്നെ രക്ഷിക്കുവാൻ, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി, പ്രായശ്ചിത്തമായി ഒരു ബലിയായി, ഒരു ബലിയായി മരിക്കുവാൻ ഈ ഭൂമിയിലേക്ക് അങ്ങ് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എണ്ണമില്ലാത്ത എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ രക്തം ചൊരിഞ്ഞ് എനിക്ക് വേണ്ടി ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് അങ്ങ് മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ യേശുവിനെ എൻ്റെ സ്വന്തം കർത്താവായി, ദൈവമായി, രക്ഷകനായി, നാഥനായി ഞാനിപ്പോൾ സ്വീകരിക്കുന്നു. ഇന്നു മുതൽ മരണം വരെ യേശുവിനെ മാത്രം ഞാൻ അനുഗമിക്കും. പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. അന്ത്യം വരെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. ദൈവത്തിന്റെ വചനം പഠിക്കുവാനും അനുസരിക്കുവാനും അതിൻ പ്രകാരം ജീവിക്കുവാനും എന്നെ സഹായിക്കണമേ. അങ്ങയുടെ രക്ഷ അനേകർക്ക് കൊടുക്കുവാൻ എന്നെ ഉപയോഗിക്കണമേ. യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഒരുപക്ഷെ വെളിപാട് പുസ്തകം എത്ര പേര് പഠിച്ചിട്ടുണ്ട്? അത് കേട്ടിട്ടില്ലാത്തവർ ബ്ലെസ്സിംഗ് ടുഡേ യൂട്യൂബ് ചാനലിൽ വെളിപാട് പുസ്തകം ടൈപ്പ് ചെയ്താൽ കുറേ എല്ലാ അധ്യായങ്ങളും 22 അധ്യായങ്ങളുടെ വ്യാഖ്യാനം അതിനകത്തുണ്ട്. ദയവായി നിങ്ങളത് കേട്ട് പഠിക്കുക. അതിൽ പറയുന്നതിനനുസരിച്ച്, ഈ വെളിപാട് പുസ്തകം പറയുന്നതനുസരിച്ച് എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര ഈ ഭൂമിയിൽ വരാൻ പോവുക. എന്നാൽ അതിനു മുമ്പ് ദൈവത്തിൻ്റെ മുദ്ര നമ്മുടെ നെറ്റിൽ വീഴണം. ഈ മുദ്ര ഏൽക്കുന്നവർ ഒരു കാരണവശാലും എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര ഏൽക്കേണ്ടി വരികയില്ല. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 30-31 വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, അവനാലല്ലോ വീണ്ടെടുപ്പിൻ നാളിലേക്ക് നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നത്. ആരാൽ? പരിശുദ്ധാത്മാവിനാൽ. നിങ്ങളുള്ള പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എന്നിട്ട് പറയണം, അവനാലല്ലോ വീണ്ടെടുപ്പിൻ നാളിലേക്ക് നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരു മുദ്രയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വരുമ്പോൾ നമ്മൾ മുദ്രയേറ്റു. ആരുടെ മുദ്രയാണ്? ദൈവത്തിൻ്റെ മുദ്രയേറ്റു. ഇനി എതിർ ക്രിസ്തുവിന് എൻ്റെ മേൽ ഒരധികാരവുമില്ല. യേശു ഇങ്ങനെ പറഞ്ഞു, ഇതാ ഇരുളിൻ്റെ പ്രഭു വരുന്നു, അവനുമായി എനിക്ക് ഒരു കാര്യവുമില്ല. പിശാചുമായി എനിക്ക് ഒരു ബന്ധവുമില്ല. ഇരുളുമായി, ഇരുട്ടിൻ്റെ പ്രഭുവുമായി ഒരു ബന്ധവുമില്ല. അങ്ങനെയുള്ളൊരു ജനമായിട്ടാണ് ഈ ജനത്തെ കർത്താവ് മുദ്ര കുത്തി മാറ്റുന്നത്. ഇതിനു മുമ്പ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുള്ളവർ പരിശുദ്ധാത്മാവിൻ്റെ ഭാഷകളിൽ അഥവാ അന്യഭാഷകളിൽ സംസാരിക്കുന്നവർ ഒന്ന് കൈ ഉയർത്താമോ? ഒത്തിരി പേരുണ്ട്. അങ്ങനെ സംസാരിച്ചിട്ടില്ലാത്തവർ ഒന്ന് കൈ ഉയർത്താമോ? അവർക്കെല്ലാവർക്കും ഇന്ന് കിട്ടും. സ്വർഗത്തിലെ ദൈവത്തിൽ നമുക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവ് ഗിഫ്റ്റാണ്. എത്ര പേർക്ക് വേണം? വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു മീറ്റിങ്ങിൽ ഞാൻ പോയി നിൽക്കുമ്പോഴാണ്
പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വേണം. അന്ന് തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ പോയത്. 42 വർഷങ്ങൾക്ക് മുൻപ്. ഇവിടെ ഇപ്പോൾ കൈ ഉയർത്തി എല്ലാവർക്കും ഈ നിമിഷം കിട്ടും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ആ നിമിഷം അകത്തേക്ക് പരിശുദ്ധാത്മാവ് വന്ന് അകത്തുണ്ട്. ഇനി ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവ് വിവിധ ഭാഷകളായി നാവിലൂടെ പുറത്തേക്ക് ഒഴുകിയാൽ മാത്രം മതി. രക്ഷിക്കപ്പെടുന്ന ആ സമയത്ത് പരിശുദ്ധാത്മാവിലല്ലാതെ യേശു ക്രിസ്തു എന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഓൾറെഡി വന്നു കഴിഞ്ഞു, അകത്ത് വന്നു. ഇനി എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ റിലീസ് ചെയ്യണം. When we are saved, we receive the Holy Spirit. When we are baptized, we release the Holy Spirit. രക്ഷിക്കപ്പെട്ടപ്പോൾ അകത്ത് വന്നു. ഇനി പരിശുദ്ധാത്മ സ്നാനത്തിലേക്ക് കിടക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യും? അവൻ നാവിലൂടെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഞാൻ 1 2 3 എന്ന് പറയുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾ വായ് തുറന്ന് പരിശുദ്ധാത്മാവ് നാവിലൂടെ ഒഴുകുവാൻ നിങ്ങൾ അനുവദിക്കുക. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 4 വരെ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തീയായി പിളർന്ന നാവുകളായിട്ടൊക്കെ വന്നു. 4-ാം വചനത്തിൽ പറയുന്നത് ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. പരിശുദ്ധാത്മാവല്ല സംസാരിച്ചത്, അവരാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നു, നമ്മളാണ് സംസാരിക്കേണ്ടത്. മലയാളം സംസാരിക്കുന്ന എത്ര പേരുണ്ട്? ആരാ സംസാരിക്കുന്നത്? നമ്മളാ സംസാരിക്കുന്നത്. ഈ അന്യഭാഷ സംസാരിക്കുന്നത് നമ്മളാണ്. ആത്മാവകത്ത് വന്നു, നിറഞ്ഞു. ഇനി എന്ത് ചെയ്യണം? വായ് തുറന്ന് നാവ് ചലിപ്പിക്കുമ്പോൾ, ശബ്ദം വെളിയിലേക്ക് എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ, മലയാളമല്ല, അറിയാവുന്ന ഭാഷ അല്ലാത്തൊരു ഭാഷ നമ്മുടെ നാവിലൂടെ തരാൻ തുടങ്ങും. പിടിച്ചു വെക്കരുത്, സ്തോത്രം പറയരുത്, യേശുവിൻ്റെ രക്തം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്, ക്രൈസ്തലോട് പറയരുത്, അറിയാവുന്ന ഒന്നും പറയരുത്. വായ് തുറക്കുക, ശബ്ദമുയർത്തുക, നാവ് ചലിപ്പിക്കുക, പിന്നെ അങ്ങ് ഒഴുകിക്കോളും. ആർ യു റെഡി? ഹല്ലേലൂയ. കർത്താവ് ജനത്തെ എല്ലാവരെയും അങ്ങയുടെ ആത്മാവിൽ നിറച്ച് മുദ്രയോടുകൂടി വിടാൻ പോകുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ചേർന്നാമേൻ പറയാമോ? ആമേൻ. ഞാൻ 1 2 3 പറയുന്ന സമയത്ത് ഇതുവരെ അന്യഭാഷ പ്രാപിച്ചിട്ടുള്ളവർ ശബ്ദത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, അന്യഭാഷയിൽ മാത്രം പ്രാർത്ഥിക്കുക. ലഭിക്കേണ്ടവർ വായ് തുറക്കുക, ശബ്ദമുയർത്തുക, നാവ് ചുമ്മാ ചലിപ്പിക്കുക. ബാക്കി കർത്താവ് ചെയ്തോളും. 1 2 3 സ്റ്റാർട്ട്. വായ് തുറക്കുക, വായ് തുറക്കുക, ശബ്ദമുയർത്തുക, നാവ് ചലിപ്പിക്കുക, ഒഴുകട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ ഉറവകൾ ഒഴുകും. ഫ്ലോ 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 ഫ്ലോ. സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുക. പരിശുദ്ധാത്മാവ് ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നു. നാണിച്ചല്ല, ഉറക്കെ. എല്ലാവരും വായ് തുറക്കുക, എല്ലാവരും ശബ്ദമുയർത്തുക, എല്ലാവരും നാവ് ചലിപ്പിക്കുക. ആത്മാവ് സംസാരിക്കാൻ തരുന്നത് സംസാരിക്കുക. ശക്തിയോടെ സംസാരിക്കാം, ഉറക്കെ സംസാരിക്കാം, ലജ്ജിക്കാതെ സംസാരിക്കാം. നിറയുക. നിങ്ങളുടെ നാവിൽ എന്താണോ പരിശുദ്ധാത്മാവ് തരുന്നത് ഉറക്കെ, മറ്റെല്ലാവരുടെ ശബ്ദത്തെക്കാൾ ഉറക്കെ, ഒട്ടും ലജ്ജിക്കാതെ ഉറക്കെ സംശയിക്കരുത്, ഉറക്കെ സംസാരിക്കാം. ഒഴുകട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ധാരാളമായി സംസാരിക്കാം. എല്ലാവരും ഉറക്കെ.
കൂടുതൽ ശബ്ദത്തിൽ, കൂടുതൽ ശബ്ദത്തിൽ, കൂടുതൽ ശബ്ദത്തിൽ. വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷകളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും. അതൊരു അടയാളമായിരിക്കും. ഇതിലാകുന്ന വിശ്രാമം. ഉറക്കെ സംസാരിക്കാം. ആൺകുട്ടികൾ, പെൺകുട്ടികൾ, സഹോദരി സഹോദരന്മാർ ശക്തിയോടെ സംസാരിക്കാം. പരിശുദ്ധാത്മാവിന്റെ ഭാഷകൾ. ലജ്ജിക്കരുത്, ലജ്ജിക്കരുത്. പരിശുദ്ധാത്മാവിന്റെ ഭാഷകൾ സംസാരിക്കാം. തന്നോട് ചോദിക്കുന്നവർക്ക് അവൻ പരിശുദ്ധാത്മാവിന് അളവ് കൂടാതെയല്ലോ നൽകുന്നത്. സ്വീകരിക്കുക, സ്വീകരിക്കുക. പരിശുദ്ധാത്മാവ് പിതാവ് നൽകുന്ന ദാനമത്രേ, പിതാവിന്റെ വാഗ്ദത്തമത്രേ. സംസാരിക്കുക. എല്ലാവരും വായ് തുറക്കുക, വായ് തുറക്കുക. ഉറക്കെ 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 സംസാരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാലബ്രബ ഹസഖതലബറാന്തരബശ്യ. Thank you, Holy Spirit. Thank you, Holy Spirit. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. നിറച്ചതിനായി നന്ദി, നിറഞ്ഞുകൊണ്ടിരിക്കുന്നതിനായി നന്ദി. മുദ്രയേറ്റ ജനത്തിനായി നന്ദി പറയും. എതിർ ക്രിസ്തുവിന് തൊടുവാൻ പോലും കഴിയാതവൻ ഈ ജനത്തെ പരിശുദ്ധാത്മ മുദ്ര വെച്ച് തനിക്കായി വേർതിരിച്ചതിനായി നന്ദി പറയുന്നു. ഈ അന്ത്യകാലത്ത് ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന ഒരു ജനമായി വരണ്ട ദേശത്ത് നീരൊഴുക്കുകൾ പോലെ ഇന്ന് നിങ്ങൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവ് നിരാശയുടെ അനുഭവമോ ഡ്രൈനസോ ജീവിതത്തിൽ വലിയ വിഷമസന്ധികളോ വരുമ്പോൾ ജീവന്റെ ഉറവിടമായി, ജീവജലമായി, ജീവജല നീരൊഴുക്കുകളായി പ്രാർത്ഥനാ ജീവിതത്തിൽ ഇത് ഒഴുകിക്കൊണ്ടേയിരിക്കട്ടെ. നിറയുക, നിറയുക, നിറയുക. കരങ്ങൾ ശക്തിയോടെ അടിച്ച് നിറയുക. എല്ലാവരും നിറയട്ടെ. നിറയുക, നിറയുക. എല്ലാവരും നിറയുക. ഉച്ചത്തിൽ സംസാരിക്കുക. ദൂതുകളായി, പ്രവചന വരങ്ങളായി, കൃപാവരങ്ങളായി. ഇപ്പോൾ ഈ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ പുതുതായിട്ട് എനിക്ക് എന്തൊക്കെയോ ഞാൻ സംസാരിച്ചു. പക്ഷേ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കാണില്ല. പക്ഷേ എന്തോ സംസാരിച്ചു തുടങ്ങി. അങ്ങനെ ബോധ്യമുള്ളവരൊന്ന് കൈ ഉയർത്താം. നന്നായിട്ട് കൈ ഉയർത്താം. എവിടെയാണ് ശരിക്കും ഉയർത്തപ്പെടുക? എന്തൊക്കെയോ ഞാൻ നാവിലൂടെ സംസാരിച്ചു എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലർക്ക് എനിക്ക് അത്രയൊന്നും കിട്ടിയില്ല. നോ പ്രോബ്ലം. ഇന്ന് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മുറിയിൽ കയറുക. വേറെ ആരും ഇല്ലാത്തപ്പോൾ നിങ്ങൾ വായ് തുറക്കുക, വായിൽ ശബ്ദമുയർത്തുക, നാവ് ചലിപ്പിക്കുക. ബാക്കി ഒഴുകും. അകത്തുണ്ട് പരിശുദ്ധാത്മാവ്, അകത്തുണ്ട്. ഇന്ന് രാവിലെ നിങ്ങളിവിടെ വന്നു. ഇതുവരെയുള്ള സമയത്ത് നിങ്ങൾക്കൊരു പ്രത്യേക അനുഭവമുണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗസൗഖ്യമുണ്ടായി. അങ്ങനെയുള്ളവർ എന്തെങ്കിലും ഒരു പ്രത്യേക അനുഭവമോ വിടുതലോ എന്തെങ്കിലും നിങ്ങൾ ദർശനം കാണുകയോ പരിശുദ്ധാത്മ സ്പർശനമോ
ഉണ്ടായവർ മാത്രം ഒന്ന് കൈ ഉയർത്താം. എവിടെയാണെങ്കിലും കൈ ഉയർത്തി കാണിക്കുക. അങ്ങനെയുള്ളവർ മാത്രം നന്നായിട്ട് കൈവീശാമോ? ഓരോരുത്തരെ ചെക്ക് ചെയ്യുക. അങ്ങനെയുള്ളവരൊന്ന് കൈ ഉയർത്താമോ? ആ കൈ ഉയർത്തിയവർ മാത്രം ഒന്ന് മുന്നിലേക്ക് വരിക. പ്ലീസ് കം. കൈ ഉയർത്തിയവർ ആരും ഇരിക്കരുത്, അവർ മുന്നിലേക്ക് വരിക. ഈ സഹോദരി ഒത്തിരി നാളായിട്ട് താൻ നടുവിന് ഭാരപ്പെടുമായിരുന്നു. അസിസ്റ്റന്റ് പേര് ചോദിക്കാം. ശ്രീദേവി എന്നാണ് പേര്. ശ്രീദേവി. ഓക്കെ. നടുവിന് ബെൽറ്റ് ഇടുമായിരുന്നു. പക്ഷെ ഇന്ന് ഇവിടെ ബെൽറ്റ് ഇടുമായിരുന്നു. പക്ഷെ ഇന്ന് ഇവിടെ വിശ്വാസത്തോട് വന്നു. ബെൽറ്റ് ഊരി വെച്ചിട്ടാണ് വന്നതെന്ന്. ഓക്കെ. സിസ്റ്ററോട് വന്നപ്പോഴേ പറഞ്ഞു എനിക്കിന്നൊരു സൗഖ്യം ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നത്. ഞാൻ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം പറയാം. നട്ടലിൻ്റെ ഷേപ്പ് എല്ലാവർക്കും അറിയാമല്ലോ. ഇങ്ങനെയാണ് പറയുന്നത്. കേട് വന്നതുപോലെ ഒരു ഭാഗത്ത് ഇങ്ങനെ അങ്ങനെ ഒരു കാഴ്ചയാണ് ഞാൻ ആദ്യം കണ്ടത്. അതാണ് നട്ടല്. അവിടെയാണ് കർത്താവ് തൊട്ടത്. അവിടെ തൊട്ടു. 4 മാസമായിട്ട് ഒരു കുനിഞ്ഞ് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല, ജോലി എടുക്കാൻ പറ്റത്തില്ല എന്നാണ് സിസ്റ്റർ ഇപ്പൊ പറഞ്ഞത്. ഒന്ന് മൈക്കൊന്ന് മുമ്പിൽ കൊടുത്ത് എന്താണ് അനുഭവിച്ചതെന്ന് പറയാം. ഈ പ്രാർത്ഥനയുടെ സമയത്ത് പ്രാർത്ഥനയുടെ സമയത്ത് എനിക്ക് നല്ലൊരു ആശ്വാസം തോന്നി. 4 മാസമായി ഫുള്ള് ബെൽറ്റ് ഇട്ടേക്കുമായിരുന്നു. വണ്ടിയിൽ നിന്ന് വീണ് ബെൽറ്റ് വണ്ടിയിൽ നിന്ന് വീണ് സ്കൂൾ ബസ്സിൽ പോവായിരുന്നു. അപ്പം ഒരു വളവ് തിരിഞ്ഞ് വണ്ടി വന്നതാണ്. ഡ്രൈവർ ഓൺ അടിക്കാതെ കയറിപ്പോയി വേറെ വണ്ടി കയറി വന്നു. അങ്ങനെ ബ്രേക്ക് ഇട്ട് നിന്നു. തെറിച്ച് ഡ്രൈവർ സീറ്റിൽ പോയി വീണു. സൈഡ് ഇടത്തെ സൈഡ് മൊത്തം ഒരു പെരുപ്പായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. അപ്പം നോക്കിയപ്പോൾ നട്ടലകത്തോട്ട് വളഞ്ഞു പോയി. എന്നിട്ട് പിന്നെ ബെൽറ്റ് ഇട്ട് മൊത്തത്തിൽ ബെൽറ്റ് ഇട്ട് 2 മാസം ഫുൾ റെസ്റ്റ് ആയിരുന്നു. ഈ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഈ അവിടെ ഞാൻ കണ്ടത് എന്തോ ഒരു ദൈവശക്തി ശരീരത്തിൽ വന്നിട്ട് ആ അനുഭവിച്ചത് എന്താണ്? എനിക്ക് പൂർണ്ണമായിട്ടും സൗഖ്യമായി തോന്നി. അല്ല അതെന്താ കുനിയാൻ പറ്റുന്നു. അതല്ല, ആ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്ന് ഞാൻ കണ്ടത് അവിടെ എല്ലാവരും കൂടെ കൂടി. അതെന്താണെന്ന് പറഞ്ഞത് ഒത്തിരി നാളായിട്ട് ഇങ്ങനെ മരിക്കണം എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. ഓക്കെ. മുറിച്ച് വെള്ളത്തിൽ ഒന്നുകൂടി പറഞ്ഞേ. വെള്ളത്തിൽ താത്ത് വെക്കണം. ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നോണ്ട് ക്ലിയർ ആയില്ല. ഒന്നുകൂടി പറ. എന്ത് ചെയ്യണം? ഞരമ്പ് കണ്ടിച്ച് വെള്ളത്തിൽ താത്ത് വെക്കണം. അതല്ലേ ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, ഈ ഞരമ്പ് മുറിക്കുന്ന സ്വഭാവമുള്ള ചിലർ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഞാൻ മുറിക്കും, ബക്കറ്റിൽ മുക്കും, ഞാൻ ചാകും. മരണത്തിന്റെ ആത്മഹത്യയുടെ ആത്മാവ് വാഗൊണ്ട് പല പ്രാവശ്യം ഇങ്ങനെ ചാകും എന്ന് പറയുന്ന ആരൊക്കെ ഇതിനകത്തിരിപ്പുണ്ട്. ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞരമ്പ് കണ്ടിച്ച് വെള്ളത്തിൽ താഴ്ത്തി വെക്കണം. സമയത്താണ് ദൈവ സാന്നിധ്യം ഈ സിസ്റ്ററുടെ മേൽ വന്ന് ഞാൻ കണ്ടത്. കുറെ ഏതൊക്കെ സിസ്റ്റേഴ്സ് വന്ന് പിടിക്കുന്നതൊക്കെ കണ്ടത്. ഞാൻ ചോദിക്കുന്നത് ആ അനുഭവം എന്തായിരുന്നു എന്ന് പറയാമോ? എന്തോ ഒരു ആത്മാവ് വന്നിട്ട് പോയതായിട്ട് തോന്നി. ഒരു ശക്തി പോയി. ഞാൻ പറഞ്ഞു മനസ്സിലായി. ഒരു മരണത്തിന്റെ ആത്മാവ് ആ ശരീരം വിട്ടുപോയി. അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. പേരൊന്നും പറഞ്ഞ ശ്രീദേവിനെ നോക്കി. യേശു ശ്രീദേവിയെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്ന ശ്രീദേവിയുടെ ജീവിതത്തിൽ ഇന്നത്തെ ഡേറ്റ് പറ, മെയ് 16-ാം തീയതി ഒരു പുതിയ ചാപ്റ്റർ കർത്താവ് തുറക്കുകയാണ്. പരിശുദ്ധാത്മാവ് എത്രത്തോളം കഷ്ടതയിലൂടെ നീ പോയോ അതുപോലെ കഷ്ടതയിലിരിക്കുന്ന പലരെയും കൈപിടിച്ച് രക്ഷിക്കുവാനുള്ള ഒരു വിടുതലിന്റെ ശുശ്രൂഷ കർത്താവ് പകരുകയാണ്. വേദനിക്കുന്നവരെ ചേർത്ത് പിടിക്കുവാൻ, അവർക്കായി പ്രാർത്ഥിക്കുവാൻ, ഇതുപോലുള്ള അനുഭവങ്ങളുള്ളവരെ രക്ഷിക്കുവാൻ കർത്താവ് ഒരു കൃപ നൽകുകയാണ്. 1-2 സഹോദരിമാരൊന്ന് കൈവച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് ഒരു വലിയ അനുഗ്രഹം കർത്താവ് ഈ സഹോദരി കർത്താവ് നീ കൊടുത്ത് പരിശുദ്ധാത്മാവിന്റെ തീയിറങ്ങട്ടെ. ഫയർ പരിശുദ്ധാത്മാവിന്റെ തീയിറങ്ങട്ടെ. താങ്ക് യു ജീസസ്. കർത്താവ് ആ സഹോദരിയെ ഉപയോഗിക്കുന്നതിനായി നന്ദി പറയുന്നു. ബ്ലസ് ചെയ്യുന്ന കർത്താവ്. താങ്ക് യു ഫാദർ. വർഷിപ്പ് യു ഫാദർ.
ഇനി ഒന്ന് രണ്ട് പേരുടെ സാക്ഷ്യങ്ങൾ കൂടെ ഒന്ന്. That's okay. ഇവിടെ പറഞ്ഞോളൂ. ഓരോരുത്തരും ഈ 3 പേർക്കും ഒരേപോലത്തെ സാക്ഷ്യമാണ്. ആരൊക്കെ? ഈ 3 sisters. ഈ 3 പേർക്ക് എന്താണത്? ഇവർക്ക് കാലിന് വേദന മതി. ഇടത്തെ കാലിന് വേദന. ഇടത്തെ കാലൊടിഞ്ഞതായിരുന്നു. ഈ സിസ്റ്ററിന് മുട്ടിന് പ്രശ്നം, നീരുള്ളതായിരുന്നു. ഇതേപോലെ ഈ സഹോദരിക്കും ഇടത്തെ കാലിന് തന്നെയായിരുന്നു പ്രശ്നം, പെരുപ്പ് വേദന. ഈ 3 പേരുടെയും കാലിന്റെ വേദനയായിരുന്നു. പക്ഷെ കർത്താവ് സൗഖ്യമാക്കി. കാലിന്റെ മുട്ടിന് എന്തായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നേ? വണ്ടിയെന്ന് വീണതാണ്. ആക്സിഡന്റ് പറ്റിയപ്പോൾ വണ്ടി വന്ന് ഈ കാലിലാണ് വീണത്. അന്ന് മുതൽ പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞ് പ്രാർത്ഥനയിലൊക്കെ മാറിപ്പോകുമായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം മോള് ഓടി വന്നിട്ട് കാല് ചാടി കയറിയപ്പോൾ ആ കാലൊരു നീർക്കെട്ട് വന്നു, വേദനയും വന്നു. ഇപ്പോൾ 2 ദിവസം കൊണ്ട് കാല് ചവിട്ടി നിൽക്കാൻ വയ്യാത്തൊരവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ കോഴഞ്ചേരിക്ക് പോകണം, അമ്മച്ചിക്ക് കാല് വയ്യ, ഏച്ചോപ്പയോട് പ്രാർത്ഥിക്കണേന്ന്. ഇപ്പോൾ നല്ല വ്യത്യാസം. ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് എനിക്ക് നടക്കാൻ വയ്യാതെ കയറി വന്നേ. ഇവിടെ വന്ന് ഇരുന്നു, ദൈവകാര്യങ്ങൾ പലതും ഓടി നടന്നുകൊണ്ട് ചെയ്തു. പക്ഷെ അപ്പോൾ ദൈവമേ എൻ്റെ കാലിന് ബലം തരണമേ, നടക്കാനുള്ള ബലം തരണമേ. ഇപ്പോൾ നല്ല മടക്കാൻ പറ്റും, കുഴപ്പമില്ല. പൂർണ്ണമായിട്ടും വേദന മാറി. കൈകളുണ്ടെങ്കിൽ അടിച്ച് യേശുവിന് നന്ദി പറയാം. അടുത്തത് 2 പേർക്കും കാല് പിന്നെ പാലത്തെ വീണ് കാലിന്റെ വിരലിന്റെ 2 അസ്ഥി ഒടിഞ്ഞതായിരുന്നു. അത് ആലപ്പുഴ ചർച്ച് വെച്ച് ഞങ്ങളുടെ ഒരു സിസ്റ്റർ എൻ്റെ കാല് വീണ് ചതിച്ച്. ഇപ്പൊ ഇന്ന് പ്രാർത്ഥിച്ചപ്പം ബ്രദർ പറഞ്ഞു ഒടിഞ്ഞ അസ്ഥികളെല്ലാം ബലം കൊടുക്കുന്നെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാല് പെട്ടെന്നൊരു ചൂടും തണുപ്പും കൂടെ വന്നിട്ട് അവിടെ ഒരു സൗഖ്യം വരുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഇപ്പം മരവിപ്പെല്ലാം മാറിയിട്ട് എൻ്റെ കാല് നല്ലോണം അവിടെ എന്താണ്? കാലിൻ്റെ അവിടെ പെരുപ്പായിരുന്നു. അപ്പോൾ എൻ്റെ കാലിൽ ഒരു ചൂട് പോലെ വന്നു. എനിക്ക് ആ പെരുപ്പിൻ്റെ മാറ്റം കിട്ടിയിട്ടുണ്ട്. ഇവിടെ 2 പേർക്കും പാസ്റ്റർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ഭയങ്കര ദൈവശക്തിയുടെ മേൽ വന്നിട്ട് അവർ 2 പേരും ഭാഷ സംസാരിച്ചു. 2 പേരും അന്യഭാഷ. പരിശുദ്ധാത്മാവിന്റെ മുദ്ര വീണു. 2 പേരുടെ മേൽ വീണു. അന്യഭാഷ സംസാരിക്കും. ഒരു ഭയങ്കര നിറവ്, അവരിതുവരെ അനുഭവിക്കാത്തൊരു ആത്മീക നിറവ് അവരുടെ ജീവിതത്തിൽ വന്നു. ഇങ്ങനെ വന്ന് തൊടുന്നതായിട്ട് ഒരു വൈദ്യുത പ്രവാഹം പോലെ വൈദ്യുത പ്രവാഹമുണ്ടായി. ഞാനിവിടെ ആദ്യം മുതൽ പരിശുദ്ധാത്മ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, വിദ്യുച്ഛക്തി പ്രവഹിക്കുന്ന പോലെ ദൈവാത്മാവിന്റെ ശക്തി. അവിടെ എന്താണ്? അതുപോലെ തന്നെ ദൈവത്തോട് ഒരു എന്തോ കരണ്ട് കയറുന്ന പോലെ കയറിയിട്ട് അന്യഭാഷ സംസാരിച്ചു തുടങ്ങി. നന്നായിട്ട് അന്യഭാഷ സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവ് ശക്തമായ അന്യഭാഷയിൽ പറഞ്ഞു. അടുത്തതാ വേറെ ഏതെങ്കിലും ആരെങ്കിലും പറഞ്ഞോളൂ. എനിക്ക് ഗ്യാസിന്റെ വെപ്രാളം വന്നുകൊണ്ട് ഞാൻ മരണവെപ്രാളം വരെ എടുത്ത ഒരു സ്ത്രീയാണ്. കഴിഞ്ഞ ആഴ്ച തൊട്ട് അത് ഗ്യാസിന്റെ മരുന്ന് മാച്ചു കുടിച്ചപ്പോൾ ഇപ്പം എനിക്ക് ഇവിടെ വന്നപ്പോഴും നെഞ്ചിൻ്റെ ഈ ഭാഗത്ത് ഭയങ്കര തകർച്ചയായിരുന്നു. ഞാൻ അന്നേരം ഓർക്കും ഇത് എങ്ങനെ ഞാൻ സഹിക്കുമെന്ന്. എന്തായാലും ഇപ്പം ഈ പ്രാർത്ഥനയിൽ വന്ന് പങ്കെടുത്ത് ദൈവം എനിക്ക് ഒത്തിരി സൗഖ്യം സമാധാനം തന്നു. വലിയൊരു സൗഖ്യവും സമാധാനവും കർത്താവ് കൊടുത്തു. ഈ സിസ്റ്ററിന്റെ പേര് രാജമ്മ, നെല്ലിക്കാല എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. കഴിഞ്ഞ ദിവസം തന്റെ കയ്യിൽ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന്റെ നോട്ടീസ് കിട്ടിയ സമയത്ത് വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു നോട്ടീസ് കിട്ടി വന്നതാണ്. അതെ. പക്ഷെ ദേവദാസന്മാരെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇതുവരെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പങ്കെടുത്തിട്ടില്ല. ബ്ലെസ്സിംഗ് സെന്ററിൽ പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങോട്ട് വരാൻ വേണ്ടി തന്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. സിസ്റ്റർ പറഞ്ഞത് ഇന്നലെ പോയിട്ട് 100 തേങ്ങ ഒരു വീട്ടിൽ പൊതിച്ചു. എന്നിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി ബസ്സിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി 100 തേങ്ങ പൊതിച്ചു. അതിന് ശേഷം താൻ ജോലിയെല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് സ്റ്റെപ്പിൽ നിന്ന് താഴെ വീണു. ഇന്നലെ. അപ്പോ ഈ സൈഡിൽ മൊത്തം ഭയങ്കര വേദനയായിരുന്നു. ഇന്ന് ദേവദാസൻ പറഞ്ഞു അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ തന്റെ താഴേന്നൊരു മിന്നൽ പോലെ ഒരു സാധനം മുകളിലോട്ട് കയറി വന്നു. സിസ്റ്റർ പറയുന്നത് ഇപ്പൊ എനിക്ക് ആ കഴുത്തിനുള്ള പ്രശ്നമില്ല. ഇവിടെ വരുമ്പോ സൈഡ് ചരിഞ്ഞായിരുന്നു വെച്ചത്. ആ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് സിസ്റ്റർ പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രവഹിച്ചു, അത് മാറി. എന്നാലും ഒരു ബിഗ് സല്യൂട്ട്. ബ്ലെസ്സിംഗ് ഫെസ്റ്റ് വരാൻ വേണ്ടി 100 തേങ്ങ പൊതിച്ചു. ഒരു 100 കൈയടി കൊടുത്തേ.